നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കഴിഞ്ഞ ദിവസം CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് വീണ ടിയെ ചോദ്യം ചെയ്യാൻ സമൻസ് അയച്ചിരിക്കുകയാണ്. ഇഡി കഴിഞ്ഞ ദിവസമായിരുന്നു സമൻസ് അയച്ചത്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതികരണവുമായി പാലക്കാട് മുൻ MLAയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുമായ രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിലായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് ചുവന്ന ഷർട്ടിട്ട് കുറച്ച് വ്യക്തികൾ ഇഷ്ടിക ഇറക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് വെള്ളിയാഴ്ചത്തേക്കുള്ള ഇഷ്ടിക എത്തിയോ എന്ന തരത്തിലൊരു പരിഹാസ കുറിപ്പാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കുവെച്ചത്. ഇതിലൂടെ ഉദ്ദേശിച്ചത്, അതായത് ചോദ്യം ചെയ്യാൻ വീട്ടിലെത്തിയപ്പോൾ അവരുടെ ED ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലിപ്പൊട്ടിക്കുകയുണ്ടായ അണികൾ. അപ്പോൾ ഇനി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച സാഹചര്യത്തിൽ ഇഷ്ടിക കൊണ്ട് ആക്രമിക്കുമോ എന്ന തരത്തിലൊരു പരിഹാസ കുറിപ്പാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കുവച്ചത്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം, ആ കമന്റുകളൊക്കെ രാഹുലിനെതിരെ ഉയരുന്നുണ്ട്. ഭ്രൂണഹത്യ കേസിൽ ഏതെങ്കിലും ഒരു കേസിൽ ജാമ്യം റദ്ദാക്കിയാൽ കർണാടക വനമേഖലയിലേക്ക് ഓടാൻ കാത്തിരിക്കുന്ന നീയാണോ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന തരത്തിൽ ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല, രാഹുൽ ചിലരുടെ നെഞ്ചത്താണ് കൊള്ളിക്കുന്നത് ഇത്തരത്തിലുള്ള പോസ്റ്റിലൂടെ. ഇടതുപക്ഷക്കാരുടെ നെഞ്ചത്ത് കൊള്ളിക്കുന്നു രാഹുൽ ഇത്തരത്തിൽ എന്ന തരത്തിലുള്ള അനുമോദന അല്ലെങ്കിൽ അഭിനന്ദന കമന്റുകളൊക്കെ നിറയുന്നുണ്ട്. ഇത്തരത്തിൽ കമന്റുകളൊന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്നാലും നിരവധി പരിഹാസ കമന്റുകളൊക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെ നിറയുന്നുണ്ട്. എന്തായാലും വ്യക്തമായി, അതായത് ഓരോ വിഷയങ്ങളിലും ഏതൊക്കെ വിഷയങ്ങളാണോ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ സ്പോട്ടിൽ തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതിരോധിക്കുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിരോധം നടത്തുന്നുണ്ട്. അതിന് പലപ്പോഴും പല വിമർശന കമന്റുകൾ നിറയുന്നുണ്ട്, അനുകൂല കമന്റുകൾ നിറയുന്നുണ്ട്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലാണ് വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിശദമായി ചോദ്യം ചെയ്യാൻ ED തയ്യാറെടുക്കുന്നത്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL നിന്ന് കിട്ടിയ 2 കോടി വിനിയോഗിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. CMRL ഉദ്യോഗസ്ഥർ മുൻപ് നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്യാനും ED ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് വീണയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് എക്സാലോജി കൈപ്പറ്റിയത് മറ്റ് കരാർ സ്ഥാപനത്തെ അപേക്ഷിച്ച് വൻ തുകയാണെന്ന് SFIO കണ്ടെത്തൽ വീണയ്ക്ക് കുരുക്കാകുമെന്നാണ് വിലയിരുത്തൽ. പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചെങ്കിൽ അത് കണ്ടുകെട്ടാനും നീക്കമുണ്ട്. വീണയ്ക്ക് പുറമെ CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്ത, ചീഫ് മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ഇവരെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. അതിനിടെ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച 134 രേഖകൾ വേഗത്തിൽ ആവശ്യപ്പെട്ട് SFIOക്ക് ED കത്ത് നൽകി. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. നേരത്തെ വീണയുടെ പിതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും അടക്കം വിവിധയിടങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ചില രേഖകൾ കിട്ടിയെന്നും വിശദമായ പരിശോധന നടത്തുകയാണെന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ വ്യക്തമാക്കിയത്. കേസിൽ EDക്ക് അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. CMRL എക്സാലോജിക് കരാറിൽ ED അന്വേഷണം തുടരുന്നതിന് നിയമപരമായ വിലക്കില്ല എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവും ആകാം, ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ല എന്നും കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സ്വത്ത് കണ്ടെത്തൽ എന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ നയിക്കുമോ എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. അതേസമയം മാസപ്പടി കേസിൽ ഈ ഒരു EDയുടെ നീക്കം വീണയ്ക്ക് ED സമൻസ് അയച്ചതിൽ പ്രതികരണമായി ജോൺ ബ്രിട്ടാസ് MP. വീണയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. SFIയോട് അടക്കം വിവരങ്ങൾ വീണ ധരിപ്പിച്ചതാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ക്യാബിനറ്റിലെ 2 പേരും പണം കൈപ്പറ്റിയെന്ന് സംബന്ധിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ വീണ വാങ്ങിയെന്ന് പറയുന്നത് എത്രയോ ചെറിയ തുകയാണ്. ആ പണം രേഖാമൂലം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസിന്റെ ആവശ്യം. അദാനിയെ കൊണ്ടുവന്നത് CPIM ആണെന്ന ആരോപണത്തിലും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. മാത്രമല്ല, ഇപ്പോൾ സമൻസ് അയക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ടായ മറ്റൊരു തിരിച്ചടിയാണ് സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ EDക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടത്. SFIO കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ 10 ദിവസത്തിനകം കൈമാറാനാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. രേഖകൾ കൈമാറുന്നതിനെതിരായ CMRL എതിർപ്പ് തള്ളിയായിരുന്നു കോടതിയുടെ നടപടി. CMRLും വീണയും തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾക്കാണ് ED കോടതിയെ സമീപിച്ചത്. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾ അന്വേഷണത്തിന് അത്യാവശ്യമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചത്.
അറിയിച്ചത്. രേഖകൾ കൈമാറുന്നതിൽ എതിർപ്പില്ലെന്ന് SFIO കോടതിയെ അറിയിക്കുകയും ചെയ്തു. കേസിൽ കക്ഷിയല്ലാതിരുന്നിട്ടും തങ്ങളെ കേൾക്കണമെന്ന് CMRL കോടതിയിലെത്തി ആവശ്യപ്പെട്ടിരുന്നു. SFIO കേസിൽ വിചാരണ കോടതികൾ തടഞ്ഞതിനാൽ രേഖകൾ കൈമാറരുതെന്നും തങ്ങളെ കൂടി ED അപേക്ഷയിൽ കക്ഷിയാക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ CMRL കുറ്റാരോപിതരാണെന്നും വിചാരണയ്ക്കുള്ള സ്റ്റേ രേഖകൾ കൈമാറാൻ തടസ്സമല്ലെന്നും ED സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ MJ സന്തോഷ് കോടതിയെ അറിയിച്ചു. ഈ വാദം പരിഗണിച്ചാണ് രേഖകൾ കൈമാറാൻ കോടതി അനുവാദം നൽകിയത്. രേഖകൾ പിടിച്ചുവയ്ക്കാനാവില്ല എന്ന നിലപാടും കോടതി സ്വീകരിച്ചു. വീണയും CMRLും തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRLും 2017 ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് EDക്ക് അനുവദിച്ച രേഖകൾ. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് ED രേഖകൾ ആവശ്യപ്പെട്ടത്. അനുബന്ധ രേഖകൾ പരിശോധിച്ച ശേഷം വീണ Tയെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് EDയുടെ നീക്കം. അനുബന്ധ രേഖകൾ പരിശോധിച്ച ശേഷം വീണ Tയെ നോട്ടീസ് നൽകി വിളിപ്പിക്കുക എന്നതായിരുന്നു EDയുടെ നീക്കം. എന്തായാലും എല്ലാം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് ചോദ്യം ചെയ്യൽ. എന്തായാലും അടുത്ത നീക്കം എന്താണ് EDയുടെ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ചോദ്യം ചെയ്ത് കഴിഞ്ഞാലുള്ള നീക്കങ്ങൾ എന്താണ്? ചോദ്യം ചെയ്യലിന് വീണ എത്തുമോ എന്ന ചോദ്യവും ഒരു വശത്ത് ശക്തമായി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.